നമസ്തേ. കേരളത്തിന് അഭിമാനമായ കേരളത്തിന്റെ ആദ്യ മഹാമണ്ഡലേശ്വരന് സ്വീകരണം നൽകി വിശ്വ ഹിന്ദു പരിഷത്ത്. എരുമേലി പേട്ട ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ വെച്ചാണ് ജൂന അഖാഡ മഹാമണ്ഡലേശ്വർ സ്വാമി ആനന്ദവനം ഭാരതിക്ക് വിശ്വ ഹിന്ദു പരിഷത്ത് സ്വീകരണം നൽകിയത്. പ്രയാഗ്രാജ് കുംഭമേളയിൽ വെച്ച് കേരളത്തിന്റെ പ്രഥമ മഹാമണ്ഡലേശ്വറായി വാഴിക്കപ്പെട്ട സന്യാസിയാണ് സ്വാമി ആനന്ദവനം ഭാരതി. കേരളം പ്രവർത്തന മണ്ഡലമാക്കിയ സന്യാസിവര്യൻ. അഖാഡകളുടെ പ്രവർത്തനം ദക്ഷിണേന്ത്യയിലേക്ക് കൂടി വ്യാപിപ്പിക്കാൻ ജൂന അഖാഡ ചുമതലപ്പെടുത്തിയ പുണ്യാത്മാവ്. ധർമ്മ സംസ്ഥാപനത്തിനായി യുദ്ധസന്നദ്ധനായി ഇറങ്ങിയ സന്യാസി സൈന്യത്തിന്റെ ദക്ഷിണേന്ത്യൻ നായകൻ. രാജ്യത്തിന് മൊത്തവും രാജ്യസ്നേഹികൾക്കാകമാനവും ഹിന്ദു സമൂഹത്തിന് പ്രത്യേകമായും അഭിമാനമാണ് സ്വാമി ആനന്ദവനത്തിന് ലഭിച്ച ഈ ശ്രേഷ്ഠ പദവി. മലയാളിയായ സാധു ആനന്ദവനം രാജ്യത്തെ 13 അഖാഡകളിൽ ഏറ്റവും വലുതും പുരാതനവുമായ ജൂന അഖാഡയുടെ മഹാമണ്ഡലേശ്വറാണ്. മലയാളിയായ സാധു ആനന്ദവനം രാജ്യത്തെ 13 അഖാഡകളിൽ ഏറ്റവും വലുതും പുരാതനവുമായ ജൂന അഖാഡയുടെ മഹാമണ്ഡലേശ്വറാണ്. ചെറിയ കാര്യങ്ങളും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ ചെയ്യുമ്പോൾ അതൊക്കെ താൽക്കാലികമായിട്ട് അല്ലെങ്കിൽ കാലികമായിട്ട് ദേശത്തിനെ സംബന്ധിച്ചിടത്തോളം ആവശ്യമാണെങ്കിലും ഇത് വലിയൊരു വരുംകാലത്തേക്കുള്ള വലിയൊരു മഹാദൗത്യമാണ്. നമ്മളിപ്പോൾ തുടങ്ങുമ്പോൾ വളരെ ശാന്തമായിട്ടിരിക്കുകയാണെങ്കിലും ഇതിന്റെ മുന്നോട്ട് പോക്ക് ഒട്ടും സുഗമമായിരിക്കില്ല എന്നും നമുക്കറിയാം. ഒരുപാട് പ്രതിസന്ധികളും എല്ലാം വരും എന്നുള്ളത് അത് അറിഞ്ഞുകൊണ്ട് തന്നെ അത്തരം വലിയൊരു മഹത്തായിട്ടുള്ളൊരു ദൗത്യത്തിന് സ്വാമി ചിന്മയാനന്ദജിയുടെ ആ ഒരു ദീർഘദർശിത്വത്താൽ തുറന്നു വീണ വിശ്വ ഹിന്ദു പരിഷത്ത് എന്ന് പറയുന്ന പ്രസ്ഥാനം മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അഭിമാനിക്കാവുന്ന ഒരു കാര്യമാണ്. ഭാരതത്തിലെ ആധ്യാത്മിക വേദജ്ഞാന രംഗത്തെ പ്രധാന വ്യക്തിത്വങ്ങളിൽ ഒരാളായിരുന്ന സ്വാമി കാശികാനന്ദഗിരി മഹാരാജിനു ശേഷം കേരളത്തിൽ നിന്ന് മഹാമണ്ഡലേശ്വർ സ്ഥാനത്തേക്കെത്തുന്ന ആദ്യ മലയാളിയാണ് സാധു ആനന്ദവനമെന്ന സ്വാമി ആനന്ദവനം ഭാരതി. പ്രയാഗ്രാജിലെ കുംഭമേളയിലാണ് അദ്ദേഹത്തിന്റെ അഭിഷേക ചടങ്ങുകൾ നടന്നത്. 12 വർഷത്തിലധികമായി ജൂന അഖാഡയുടെ ഭാഗമായി പ്രവർത്തിച്ചു വരികയായിരുന്നു തൃശൂർ സ്വദേശിയായ സാധു ആനന്ദവനം. പൂർവാശ്രമത്തിൽ പ്രമുഖ മലയാള മാധ്യമ സ്ഥാപനത്തിലെ പത്രപ്രവർത്തകനും കലാലയകാലത്ത് SFI നേതാവുമായിരുന്നു. കേരള പ്രസ് അക്കാദമിയിലെ മാധ്യമ പഠനത്തിൽ 1ാം റാങ്ക് നേടിയിട്ടുണ്ട്. സാധു എന്ന് വിളിക്കപ്പെടുന്ന സന്യാസിമാരെ പ്രത്യേക പാരമ്പര്യങ്ങൾക്കും ആചാരങ്ങൾക്കും കീഴിൽ ഒന്നിപ്പിക്കുന്ന സംവിധാനമാണ് അഖാഡകൾ. സന്യാസ സ്ഥാപനങ്ങളോ വിഭാഗങ്ങളോ എന്ന് പറയാം. അഖാഡകളെ ധാർമ്മികമായി നയിക്കുന്നവരാണ് മഹാമണ്ഡലേശ്വർ. പോരാട്ടം അല്ലെങ്കിൽ ഗുസ്തിയുടെ ഗോദ എന്നും അർത്ഥമുള്ള അഖാഡയ്ക്ക് സംവാദവേദി എന്നാണ് അർത്ഥം കൽപ്പിച്ചിരിക്കുന്നത്. സാധനയ്ക്കും ജപത്തിനും തപസ്സിനും ഒപ്പം ധർമ്മ സംരക്ഷണത്തിനായി പോരാട്ടത്തിന് തയ്യാറുള്ളവരാണ് അഖാഡകൾ എന്നാണ് വിവക്ഷ. കുംഭമേളയിൽ 13 അംഗീകൃത അഖാഡകളുണ്ട്. ഇതിൽ ജൂന അഖാഡയാണ് ഏറ്റവും പുരാതനവും വലുതും. കുംഭമേളയിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ജൂന അഖാഡയുടെ ആസ്ഥാനം വാരണാസിയാണ്. കുംഭമേളയിൽ വെച്ചാണ് അഖാഡയിലെ മുഴുവൻ സാധുക്കൾക്കും ദീക്ഷ കൊടുക്കുന്നത്. വിശ്വ ഹിന്ദു പരിഷത്ത് സംസ്ഥാന പ്രസിഡന്റ് വിജി തമ്പി, സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് VR രാജശേഖരൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് അനിൽ വിളയിൽ, സംസ്ഥാന ട്രഷറർ V ശ്രീകുമാർ എന്നിവർ പങ്കെടുത്തു.